വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് മൂന്നാം നാൾ വകുപ്പുകൾ ആർക്കൊക്കെ എന്നതിൽ തീരുമാനമായിരിക്കുന്നു. ആ പട്ടിക ഗവർണർക്ക് കൈമാറി അല്പസമയത്തിനും തന്നെ അത് വിജ്ഞാപനമായി പുറത്തിറങ്ങും. ഒപ്പം തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുന്നു. പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന മണിക്കൂറുകളാണ്. നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മന്ത്രിസഭാ വകുപ്പ് വിഭജനത്തിൽ അന്തിമ തീരുമാനമായി പട്ടിക ഗവർണർക്ക് കൈമാറി. ഗവർണർ അംഗീകരിച്ച ശേഷം വിജ്ഞാപനം ഇറങ്ങും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തു. കടുത്ത എതിർപ്പിനിടെ ഫിഷറീസ്, ഗ്രാമവികസന വകുപ്പുകൾ മുസ്ലിം ലീഗിന് കൈമാറിയെന്നാണ് സൂചന. അതേസമയം വി.ഡി. സതീശൻ സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭായോഗം ആരംഭിച്ചു. LDF സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനം മന്ത്രിസഭായോഗം കൈക്കൊണ്ടേക്കും. ആർ ശ്രീജിത്ത്, അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭായോഗം, അത് രണ്ടാം മന്ത്രിസഭായോഗമാണ്. അതിൽ കേരയിൽ വിജ്ഞാപനം ഉൾപ്പെടെ റദ്ദാക്കുന്നത് കൂടാതെ മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. ഇതിൽ സാമ്പത്തിക സ്ഥിതി അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിലെ വിശദ വിവരങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ധവളപത്രം പുറപ്പെടുവിക്കുന്നത് ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അനുജ, മന്ത്രിസഭാ യോഗത്തിൻ്റെ ഇന്നും ജനപ്രിയ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സർക്കാർ അതിൻ്റെ ഗൗരവമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനയാകും ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത്. കാരണം സർക്കാരിൻ്റെ പൊതു സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്ന ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. കിഫ്ബി ഉന്നത ഉദ്യോഗസ്ഥരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാത്രമല്ല മറ്റ് നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ, സർക്കാരിൻ്റെ മറ്റ് ധനപരമായ ഉത്തരവാദിത്തങ്ങൾ, ബജറ്റ് അവതരണം എന്നിവയിലേക്ക് പോകുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഗവർണർ 29 നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയാണ്. UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും 29 സഭയിൽ നടക്കാൻ പോകുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരട് മന്ത്രിസഭ അംഗീകരിക്കേണ്ടതുണ്ട്. കരടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബന്ധപ്പെട്ട ഘടകകക്ഷി മന്ത്രിമാർക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഒരു പ്രസംഗമായിരിക്കും തയ്യാറാക്കുക. കരട് പ്രസംഗം പിന്നീട് ലോക്ഭവനിലേക്ക് കൈമാറും. ഗവർണർ സർക്കാർ നൽകുന്ന പ്രസംഗമായിരിക്കും വായിക്കുക. എന്തായാലും എന്തൊക്കെ കാര്യങ്ങൾ പുതിയ സർക്കാരിൻ്റെ ദിശാബോധം വ്യക്തമാക്കുന്ന കാര്യങ്ങളായിരിക്കും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാവുക എന്ന കാര്യം ഉറപ്പാണ്. ആ നയപ്രഖ്യാപന പ്രസംഗത്തിനായിട്ടാണ് ഇനി കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ജനപ്രിയമായ നടപടികൾ, ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 2 ഗ്യാരണ്ടികളുടെ കാര്യത്തിലെ തീരുമാനം വന്നിട്ടുള്ളൂ. മറ്റു ഗ്യാരണ്ടികൾ ഇനി നടപ്പിലാക്കാനുണ്ട്. ഒപ്പം തന്നെ ഇന്ധനവില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാരിന് മുന്നിലുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തീർപ്പുണ്ടാകേണ്ടിയിരിക്കുന്നു. അതെല്ലാം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, ഇതിൽ കേരളിന്റെ കാര്യം എങ്ങനെയാണ് ശ്രീജിത്ത്? അതിൽ നമുക്കറിയാം, അന്ന് വലിയ സമരം നടന്നപ്പോൾ നിലവിൽ അന്ന് പ്രതിപക്ഷ നേതാക്കളൊക്കെ അതിൽ മുന്നിട്ടിറങ്ങി തന്നെ സമരം നടത്തിയവരാണ്. ആ വിജ്ഞാപനം റദ്ദാക്കുക എന്നുള്ളതിലേക്ക് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുമോ? അനുജ, കേരളയിലുമായി ബന്ധപ്പെട്ട മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത് നിർദ്ദിഷ്ട പദ്ധതി കടന്നുപോകുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു വിജ്ഞാപനത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ മഞ്ഞക്കുറ്റി പിഴുതുമാറ്റുന്ന അടക്കമുള്ള നടപടികൾക്ക് മുന്നോടിയായി ചില സാങ്കേതിക നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒന്ന്, പദ്ധതി കടന്നുപോകുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ പിൻവലിക്കേണ്ടതുണ്ട്. ആ നോട്ടിഫിക്കേഷൻ പിൻവലിക്കുന്ന നടപടികൾക്കാണ് മന്ത്രിസഭ നയപരമായ ഒരു തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ കേരളയിൽ പദ്ധതി ഔദ്യോഗികമായി ഉപേക്ഷിക്കുന്നു എന്നൊരു തീരുമാനം കൂടി ഇതിനൊപ്പം വരേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ ബാക്കിയാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ പിഴുതുമാറ്റാവുന്ന, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു നടപടി എടുക്കാവുന്ന കാര്യമല്ല. ആ നോട്ടിഫിക്കേഷൻ ആദ്യം പിൻവലിക്കണം. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ചർച്ചകൾ ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് നിർണായകമായ രണ്ടാമത്തെ മന്ത്രിസഭായോഗം. അത് പുരോഗമിക്കുകയാണ്. എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. അതിനിടെ വകുപ്പുകളിൽ തീരുമാനമായിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, മൂന്നാം നാളാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ്. അന്തിമ തീരുമാനമായോ? ഗവർണർക്ക് പട്ടിക കൈമാറിയെന്ന് കേൾക്കുന്നു. അനുജ, വകുപ്പ് വിഭജനം പൂർത്തിയാക്കി പട്ടിക ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഗവർണർ ഈ പട്ടികയ്ക്ക് അനുമതി നൽകുന്നതോടുകൂടി വിജ്ഞാപനം പുറത്തിറങ്ങും. ഒരുപക്ഷെ ഉച്ചയ്ക്കോ വൈകുന്നേരത്തോടുകൂടി വിജ്ഞാപനം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതാണ് എന്ന് ഔദ്യോഗികമായി തന്നെ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഉണ്ട്. പുറത്തുവരുന്ന വിവരമനുസരിച്ച് എ പി അനിൽകുമാറിന് വൈദ്യുതിക്കൊപ്പം ദേവസ്വം വകുപ്പ് കൂടി നൽകാൻ ധാരണയായതായാണ് വിവരം. നേരത്തെ എ പി അനിൽകുമാർ
പ്രധാനപ്പെട്ട വകുപ്പുകൾ തനിക്ക് നൽകിയില്ല, മുതിർന്ന നേതാവായ മുതിർന്ന സാമാജികനായ തനിക്ക് നൽകിയില്ല എന്ന അതൃപ്തി AP അനിൽകുമാറിനുണ്ടായിരുന്നു. അദ്ദേഹം ആരോഗ്യവകുപ്പിന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതുമാണ്. പക്ഷേ ആരോഗ്യവകുപ്പ് K മുരളീധരന് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. OJ ജനീഷിന് യുവജനകാര്യത്തിനൊപ്പം തൊഴിൽ വകുപ്പും നൽകും. ഉന്നത വിദ്യാഭ്യാസം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അത് റോജി M ജോൺ ആയിരിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. M ലിജുവിന് എക്സൈസ് വകുപ്പും ഒപ്പം സഹകരണ വകുപ്പും നൽകും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. T സിദ്ദിഖാണ് കൃഷി വകുപ്പ് സിദ്ദിഖിനാണ് നൽകുന്നത്. K മുരളീധരൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യം, സാംസ്കാരിക വകുപ്പ് PC വിഷ്ണുനാഥ്, റവന്യൂ സണ്ണി ജോസഫ്, മുഖ്യമന്ത്രി VD സതീശന്റെ വകുപ്പുകൾ ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് മുഖ്യമന്ത്രി VD സതീശന്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ്, PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം IT, മോൻസ് ജോസഫിന് ജലവിഭവം എന്നിങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഫിഷറീസ് ഗ്രാമവികസന വകുപ്പുകൾ കോൺഗ്രസ് ലീഗിന് കൈമാറി ഒരു ധാരണയായി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നാളിതുവരെ കോൺഗ്രസ് കൈവശം വെച്ചു പോകുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഫിഷറീസും ഗ്രാമവികസന വകുപ്പും. ആ വകുപ്പുകൾ കൈമാറിയതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ അതാണ് അലക്സ്, ദീർഘകാലമായി കോൺഗ്രസ് കൈവശം വെച്ചിട്ടുള്ള വകുപ്പുകളാണ് ഈ ഫിഷറീസും ഗ്രാമ വികസനവും. അത് കൈമാറേണ്ടി വന്നത് ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിട്ടു നൽകാൻ കഴിയില്ല എന്ന കടുത്ത നിലപാട് ലീഗ് സ്വീകരിച്ചതുകൊണ്ടാണോ? മറ്റൊന്ന്, ലത്തീൻ സഭയുടെ വലിയ പ്രതിഷേധം ഇനി ഉയരാനിരിക്കുന്നു. ലീഗിന് ഫിഷറീസ് നൽകിയതിൽ അവർ ഒരു കാരണവശാലും യോജിക്കാനുള്ള സാധ്യതയില്ല. അനുജ, തീർച്ചയായും വീണ്ടും സൂചിപ്പിക്കുന്നത് അന്തിമമല്ല, ലഭിക്കുന്ന സൂചനകളാണ്. അതായത് ഫിഷറീസിൽ ഒരു സമവായത്തിലേക്ക് എത്തി കോൺഗ്രസ് എന്നുള്ളതാണ്. അതായത് അത് ലീഗിന് നൽകാൻ ധാരണയായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ ഫിഷറീസിൽ കണ്ണുവെച്ചിരുന്നു മുസ്ലിം ലീഗ്, അവർ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് ഏറ്റെടുത്ത സ്ഥിതിക്കാണ് ഫിഷറീസ്, ഗ്രാമവികസനം പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ മുസ്ലിം ലീഗിന് നൽകാൻ ധാരണയായതായാണ് ലഭിക്കുന്ന വിവരം. ഇത് അന്തിമമായി നമുക്ക് വിജ്ഞാപനം ഇറങ്ങുമ്പോഴാണ് അറിയാൻ സാധിക്കുക. അതിൻ്റെ മന്ത്രിമാർ ആരൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് അറിയാൻ സാധിക്കുക അപ്പോഴാണ്. തദ്ദേശ ഭരണ വകുപ്പ് അത് KM ഷാജിക്ക് നൽകാനാണ് ലീഗിൽ ധാരണയായത്. തദ്ദേശ ഭരണ വകുപ്പിനൊപ്പം സാമൂഹ്യനീതി വകുപ്പ് കൂടി കിട്ടണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അതിലും നീക്കുപോക്കുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിന് ഈ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനുള്ളിൽ അത് വലിയ അമർഷത്തിലേക്കും അത് ഒരുപക്ഷെ പുറത്തേക്ക് പൊട്ടിത്തെറി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അനുജ, അതാണ്. ഏതായാലും കൂടുതൽ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 3-ാം നാൾ ഇപ്പോൾ മന്ത്രി പട്ടികയായിരിക്കുന്നു. അത് ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ കൃത്യമായി തന്നെ ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ എന്ന് നമുക്ക് അറിയാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രകാരം ഫിഷറീസും ഗ്രാമവികസനവും അത് കോൺഗ്രസ് കൈവിട്ട് നൽകിയിരിക്കുന്നു ലീഗിന് എന്നുള്ളതാണ്. അതിലൊക്കെ വലിയ പ്രതിഷേധം കോൺഗ്രസിനുണ്ട്. വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന വകുപ്പുകളാണത് ലീഗിന് വിട്ടു നൽകിയതിലൊക്കെയുള്ള പ്രതിഷേധമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.